ഹേ ഗായ്സ്, വീണ്ടും ഞങ്ങൾ എത്തിക്കുന്നു കേട്ടോ. ഇന്ന് ക്രിസ്മസ് ഈവ് ആണല്ലോ. രാവിലെ തന്നെ കമ്പനിയിൽ ചെറിയ വർക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് റൂമിലെത്തുമ്പോഴാണ് ജഗൻ എന്നോട് പറയുന്നത്, നമ്മളെ താഴത്തെ അപ്പാർട്ട്മെന്റിലെ അപ്പാപ്പന് അടിച്ചാപ്പൊളിച്ച് കേക്കും കിടിലൻ ഷർമാലയും തന്നിട്ടുണ്ട്. കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ, ഒന്നും പറയാല്ല. അപ്പൊ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്താലോ എന്ന് ഞങ്ങൾക്കും തോന്നി. ഞങ്ങൾ അങ്ങോട്ടും കൊടുത്തു പ്ലം കേക്ക്. അവർ വീണ്ടും തിരിച്ച് ഞങ്ങൾക്ക് കൊക്കക്കോള നിർബന്ധിച്ച് തന്ന്. ആ സമയം കൊണ്ട് ഞങ്ങൾ ട്രെയിനും മിസ്സായി. 5:30 ട്രെയിന് പോകേണ്ട ഞങ്ങൾ 6:30 ട്രെയിനാണ് പോയത്. ബ്രാഷോയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് സീനാ. ഇവിടുത്തെ ഓരോ ടൗണുകളൊക്കെ 150 വർഷത്തിന്റെ മേലെ പഴക്കമുണ്ട് കേട്ടോ. എന്നാൽ ഇവിടുത്തെ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ ഒരു കൗതുകം തന്നെയാണ്. ഓരോ ടൗണിൽ പോകുമ്പോൾ എല്ലാം ഒരേപോലെ ആയിട്ട് ഇങ്ങനെ തോന്നും. ഈ ടൗണ് സെൻട്രൽ വേക്കി എന്ന് പറയുന്നത് ബ്രാഷോയിലെ പഴയ ടൗണാണ്. എന്നിരുന്നാൽ ഇപ്പോഴും ആ പുതിയ ടൗണ് പോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് സമ്മതിക്കണം. പുതിയ ടൗണിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ പഴയ ടൗണിലാണ്. മേലെയുള്ള ലൈറ്റ് ഞങ്ങൾ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് ഞങ്ങൾ മറ്റേ സംഭവം കാണുന്നത്. വലിയ ക്രിസ്മസ് ട്രീ. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞൊന്നും പറയാലോ കേട്ടോ. ഇവിടെ കിടന്നുറങ്ങാൻ തോന്നും. അമ്മാതിരി ആംബിയൻസാ. ഞാൻ ഉദ്ദേശിച്ച് ക്രിസ്മസ് ട്രീയുടെ താഴെ കിടന്നുറങ്ങാനാണ് കേട്ടോ. പിന്നെ ചെറിയ തണുപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കടയിൽ കയറി ഫുഡ് കഴിച്ച് കഴിയുമ്പോഴാണ് ഓർക്കണത്, ഷടാ ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന്. അത് മറന്നുപോയി. അല്ലെങ്കിൽ വിശപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോണും വേണ്ട ഒന്നും വേണ്ട, ആദ്യം വിശപ്പെട്ട് തീർക്കുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് സാന്താക്ലോസിനെ കാണുന്നത്. ഇവിടെ സാന്താക്ലോസ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല കേട്ടോ. മോഷ് ക്രിച്ചൂൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയൂ. അവരോടെല്ലാം യാത്ര പറഞ്ഞ് അവർ മടങ്ങി. ഞങ്ങൾ വേഗം സ്കൂട്ടായി. ഓക്കെ ഗായ്സ്, അടുത്ത കാഴ്ചകളുമായി വീണ്ടും കാണാം. ബൈ.